ഇന്ന് രാവിലെ 10 മണിയോട് കൂടിയാണ് കക്കോടിയിൽ അതിദാരുണമായ അപകടം സംഭവിക്കുന്നത്. കക്കോടി ശ്രീശങ്കര ബാങ്കിന് സമീപത്തായി നിർമ്മാണത്തിലിരിക്കുന്ന വീടിൻ്റെ ചുറ്റുമതിൽ കെട്ടുന്നതിന് വേണ്ടിയാണ് 3 തൊഴിലാളികൾ എത്തിയിട്ടുണ്ടായിരുന്നത്. ഇവർ ഈ മതിൽ കെട്ടുകയായിരുന്നു. എനിക്ക് പിറകിൽ കാണുന്ന ഈ ചെങ്കല്ല് കൊണ്ടുള്ള മതിലാണ് ഇവർ കെട്ടുന്നുണ്ടായിരുന്നത്. തൊട്ട് സമീപത്തായുള്ള വീടിൻ്റെ ഒരു മതിൽ കൂടെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. അപ്പോൾ ഈ തൊഴിലാളികൾ ഈ നിർമ്മാണ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ മുകളിലെ വീടിൻ്റെ മതിലിൻ്റെ ഒരു ഭാഗം തകർന്ന് താഴേക്ക് വീണത്. ഇത് ഇവിടെ നിർമ്മാണത്തിൽ ഇരുന്ന ഒരു തൊഴിലാളിയുടെ ശരീരത്തിലേക്ക് പതിക്കുകയായിരുന്നു. അങ്ങനെ ഒരു വലിയ അപകടം സംഭവിച്ചു. നാട്ടുകാർ കൃത്യമായ രക്ഷാപ്രവർത്തനം നടത്തി. ഫയർഫോഴ്സും ഒട്ടും സമയം കളയാതെ ഇവിടേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ തലയ്ക്ക് ഉൾപ്പെടെ ഗുരുതരമായി പരിക്കേറ്റതുകൊണ്ട് ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. ഇപ്പോൾ അനീസ് കൂടെ ചേരുന്നുണ്ട്. വലിയ ദാരുണമായ അപകടമാണ് സംഭവിച്ചത്. എന്താണ് കൃത്യമായി സംഭവിച്ചത് എന്നുള്ളതാണ് പറയാൻ പറ്റുന്നത്. ഇന്നിപ്പോൾ രാവിലെ ഒരു 10 കൂടിയിട്ട് നാടിനെ നടുക്കിയ ഒരു അപകടം ഉണ്ടാകുന്നത്. ഈ പ്രദേശം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഈ കാണുന്ന ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ഒരു മതിൽ, ഇത് 1 വർഷം പഴക്കേ ഈ മതിലിനുള്ളൂ. പക്ഷേ ആ മതിൽ ഈ മറ്റൊരാളുടെ വീട്ടിലാണ്. ഇപ്പോൾ നമ്മൾ ഈ നിർമ്മാണം നടക്കുന്ന വീടിന് വേണ്ടി ഒരു പുതിയ മതിൽ പണിയുന്നതാണ്. ഈ മതിൽ ഈ പണിതുകൊണ്ടിരിക്കുന്നതിനിടയിൽ മണ്ണെടുത്തപ്പോൾ ഈ മതിൽ മുകളിൽ ആദ്യമുള്ള മതിൽ ഇടിഞ്ഞു വീഴുകയായിരുന്നു. ഇതേ തുടർന്നാണ് ഇതിനടിയിൽപ്പെട്ട ആൾക്ക് ജീവാപായം സംഭവിക്കുന്നത്. 1 മണിക്കൂറോളം കഴിഞ്ഞാണ് അദ്ദേഹത്തെ പുറത്തെടുക്കാൻ കഴിഞ്ഞത് എന്നതാണ് ഏറ്റവും വലിയ പ്രയാസം വന്നത്. ഈ പുതിയ മതിൽ കെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ കോൺക്രീറ്റ് മതിൽ, നേരത്തെ ഉള്ള മതിൽ, അത് അല്പം കനമുള്ള വലിയ ഒരു മതിലാണ്. അത് ശരീരത്തിൽ വീണ് അദ്ദേഹത്തെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾക്ക് പരിക്കുണ്ട്, മറ്റൊരാൾ ഓടി രക്ഷപ്പെടുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ അടിയിൽപ്പെട്ട തൊഴിലാളിക്ക് പക്ഷേ 1 മണിക്കൂറിന് ശേഷം മാത്രമാണ് അദ്ദേഹത്തെ പുറത്തെടുക്കാൻ കഴിഞ്ഞത്. അതോടെയാണ് അദ്ദേഹത്തിന് ഈ പുറത്തെടുക്കുമ്പോൾ തന്നെ മരണം സംഭവിച്ചിരുന്നു എന്ന്. എന്തായാലും നാട്ടുകാർ പറയുന്നത് ഇത് മഴയൊന്നും അടുത്തുണ്ടായിട്ടില്ല, അങ്ങനെ മഴ ഉണ്ടായത് കൊണ്ട് കുതിർന്ന് നിൽക്കുന്നതല്ല. പക്ഷേ ഈ ഒരു പ്രദേശം എന്ന് പറയുന്നത് നേരത്തെ തന്നെ കുറച്ച് കുതിർന്ന് നിൽക്കുന്ന, മണ്ണ് ഉറപ്പില്ലാത്തൊരു പ്രദേശമാണെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ പുതിയ മതിൽ ഉണ്ടാക്കുമ്പോൾ ഈ മറ്റു മതിലിനോട് ചേർന്ന് തന്നെ അദ്ദേഹം ഇങ്ങനെ മണ്ണെടുത്തപ്പോൾ, അടിയിൽ നിന്ന് മണ്ണെടുത്തപ്പോൾ നേരത്തെയുള്ള മതിലിങ്ങോട്ട് മറിഞ്ഞു വീഴുകയാണ് ചെയ്തത്. ഇതാണ് അപകടത്തിന് കാരണമായത്. എന്തായാലും അദ്ദേഹത്തിന് പുറത്തെടുക്കുമ്പോൾ തന്നെ ഗുരുതര പരിക്കുണ്ടായിരുന്നു. മരണം അപ്പോൾ തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ടായിരുന്നു. നാട്ടുകാരന് ഫയർഫോഴ്സിന്റെ ഇടപെടൽ കൂടെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണല്ലേ. പ്രത്യേകിച്ചും ഭാരമുള്ള മതിലാണ്. ഇത് ഉയർത്തി അദ്ദേഹത്തെ പുറത്തെടുക്കുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായ കാര്യമാണ്. ഒട്ടും സമയം പാഴാക്കാതെ അത് ചെയ്തു. അപ്പോൾ അതെങ്ങനെയായിരുന്നു അവരുടെ ഒരു രക്ഷാപ്രവർത്തനം? അതായത് ഇവർ അറിഞ്ഞ ഉടനെ തന്നെ ഫയർഫോഴ്സിനെ കാത്തു നിൽക്കാതെ തന്നെ നാട്ടുകാർ ഈ രീതിയിൽ സംഘടിച്ച് ഇവിടെ എത്തിയിട്ടുണ്ട്. ഓരോരുത്തരും അവരെ കൊണ്ട് കഴിയുന്ന രീതി, ഇപ്പം നമ്മൾ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ ഈ മതിൽ നമുക്കൊന്നും പെട്ടെന്നൊന്നും പൊക്കാൻ കഴിയാത്ത, നല്ല വിദഗ്ധ പരിശീലനം അല്ലെങ്കിൽ അതിന് യന്ത്രസഹായമൊക്കെ ഉള്ള ആളുകൾക്ക് മാത്രമേ ഇത് പൊക്കാൻ കഴിയുള്ളൂ. എന്തായാലും ഫയർഫോഴ്സ് കൂടി എത്തിയതോട് കൂടിയിട്ടാണ് ഇദ്ദേഹത്തിനെ പുറത്തെടുക്കാൻ കഴിഞ്ഞത്. ഫയർഫോഴ്സും നാട്ടുകാരും വലിയ തരത്തിലൊരു ജീവൻ രക്ഷിക്കാൻ വേണ്ടി അശ്രാന്ത പരിശ്രമത്തിൽ തന്നെ ആയിരുന്നു. അതിൽ മലയാളി എന്നോ ഇതര സംസ്ഥാന തൊഴിലാളി എന്നോ ഒന്നും ആരും പരിഗണിക്കാതെ ഒരു ജീവനാണ് എന്ന രീതിയിൽ തന്നെ എല്ലാവരും വളരെ കാര്യക്ഷമമായി പ്രവർത്തിച്ചു. പക്ഷേ ഒരാളെ പരിക്കോടെ രക്ഷിക്കാൻ കഴിഞ്ഞു, പക്ഷേ മറ്റേ ആളെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. അതിൻ്റെ സങ്കടത്തിലാണ്, പ്രയാസത്തിലാണ് എല്ലാ ആളുകളും ഇപ്പോൾ ഇവിടെ ഉള്ളത്. തീർച്ചയായും ഒട്ടും സമയം പാഴാക്കാതെ, ഒരു നിമിഷം പോലും പാഴാക്കാതെയുള്ള രക്ഷാപ്രവർത്തനമാണ് ഇവിടെ നടന്നത്. പക്ഷേ ഈ ശ്രമങ്ങളെല്ലാം വിഫലമാവുകയായിരുന്നു. അതിൻ്റെ ദുഃഖം ഈ നാട്ടുകാർക്കുണ്ട്, ഫയർഫോഴ്സിനും പ്രത്യേകിച്ചുണ്ട്. ഏതായാലും അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലുണ്ട്. മറ്റ് നടപടികൾക്ക് ശേഷമായിരിക്കും പിന്നീടുള്ള തീരുമാനങ്ങൾ സ്വീകരിക്കുക എന്നാണ് നിലവിലിപ്പോൾ അറിയിച്ചിട്ടുള്ളത്. ക്യാമറ പേഴ്സൺ ജിജീഷിനൊപ്പം നന്ദഗോപാൽ, മീഡിയ 1, കോഴിക്കോട്.